ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ രാജപ്രമുഖൻ ട്രോഫി NCBC ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ് ചെറുതന പുത്തൻചുണ്ടൻ കരസ്ഥമാക്കി. പമ്പയാറ്റിൽ നടന്ന വള്ളംകളി കാണാൻ പണിമുടക്ക് ദിവസമായിട്ടും നൂറുകണക്കിന് ജലോത്സവ പ്രേമികളാണ് ചമ്പക്കുളത്തെത്തിയത്. വാശിയേറിയ മൂലം ജലോത്സവത്തോടെ ഈ വർഷത്തെ വള്ളംകളി സീസണ് തുടക്കമായി. പമ്പയാറിന്റെ തീരം ഉച്ചയോടെ തന്നെ ജനനിബിഡമായിരുന്നു. പണിമുടക്കോ ഗതാഗത തടസ്സമോ ഒന്നും വള്ളംകളിയുടെ ആവേശത്തെ പിന്നോട്ടടിച്ചില്ല. തുഴഞ്ഞും നടന്നും ഇരുചക്ര വാഹനങ്ങളിലുമൊക്കെയായി ചമ്പക്കുളം നെടുമുടി കരകൾ നിറഞ്ഞു. വർണ്ണാഭമായ മാസ്പിലോടെ 5 ചുണ്ടന്മാർ സ്റ്റാർട്ടിംഗ് ലൈനിലേക്ക്. പിന്നീട് ഓളങ്ങൾക്ക് തീപിടിച്ച പോരാട്ടം. രണ്ടാം ഹിറ്റ്സിൽ UBC കൈനഗരി തുഴഞ്ഞ ആയാപറമ്പ് പാണ്ടിയും ചമ്പക്കുളം ക്ലബിന്റെ ചമ്പക്കുളം ചുണ്ടനും. മത്സരം തുടങ്ങി അല്പസമയത്തിനകം തന്നെ ഇരുവള്ളങ്ങളും കൂട്ടിമുട്ടി. മത്സരം തർക്കത്തിലേക്ക്. രണ്ടാമത് തുഴയണമെന്ന ആവശ്യം ആയാപറമ്പ് പാണ്ടി തള്ളിയതോടെ ചമ്പക്കുളത്തെ വിജയികളായി പ്രഖ്യാപിച്ചു. ആവേശകരമായിരുന്നു ഫൈനൽ. ചെറുതന പുത്തൻചുണ്ടനും ചമ്പക്കുളവും ആയാപറമ്പ് വലിയ ദിവാൻജിയും വാശിയോടെ തുഴയെറിഞ്ഞു. ഒടുവിൽ ഒന്നാമതായി ചെറുതന പുത്തൻചുണ്ടൻ ഫിനിഷിംഗ് ലൈനിൽ മുത്തമിട്ടു. ശേഷം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് ഇവിടെ കപ്പ് ഉയർത്താൻ പറ്റിയില്ല. അത് ഈ പ്രാവശ്യം ഉയർത്താൻ തന്നതിൽ വളരെ സന്തോഷമുണ്ട്. വെപ്പ് A ഗ്രേഡ് വിഭാഗത്തിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ് ഫാൻസ് ക്ലബിന്റെ അമ്പലക്കടവരും, വെപ്പ് B ഗ്രേഡ് വിഭാഗത്തിൽ കൊണ്ടോക്കൽ ബോട്ട് ക്ലബിന്റെ PG കരിപ്പുഴയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. തർക്കങ്ങളോ അഭിപ്രായ ഭിന്നതകളോ ഇല്ലാതെ ചെറുതന ചുണ്ടൻ രാജപ്രമുഖ ട്രോഫി കരസ്ഥമാക്കിയിരിക്കുന്നു. ആവേശകരമായ ഒരു വള്ളംകളി സീസണാണ് തുടക്കമാകുന്നത്. ചമ്പക്കുളത്തു നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിലുള്ള